നമസ്കാരം NCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലം മംഗലത്ത്. പ്രധാന വാർത്തകൾ. റെയിൽവേ വികസനത്തിലെ നാഴികക്കല്ല്. നിലമ്പൂർ അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് വീഡിയോ കോൺഫറൻസിലൂടെ. നിലമ്പൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത MP PV അബ്ദുൽ വഹാബ്. സമഗ്ര ആദിവാസി വികസന പദ്ധതി. പോത്തുകൽ പഞ്ചായത്തിൽ ജലസേചന പദ്ധതി പ്രവർത്തി തുടങ്ങി. ഇരുട്ടുകുത്തി നഗറിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി 2026-27 നിലമ്പൂർ നഗരസഭയിൽ വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കം. കൃഷിഭവൻ പരിസരത്ത് നടത്തിയത് നെൽവിത്ത് വിതരണവും പച്ചക്കറി വിത്ത് വിതരണവും. അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി മമ്പാട് ഗ്രാമപഞ്ചായത്ത്. ക്യാമ്പ് നടത്തിയത് മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ. പഞ്ചായത്ത് തല ഹെൽത്ത് കാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. ഇന്ന് കർക്കിടകം 1. രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ ചടങ്ങുകൾക്കും തുടക്കമായി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉൾപ്പെടെയുള്ള വിവിധ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങ് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. अमृतसर जालंधर वाराणसी नई रेल सेवा और करकोली पंजाब अंबाला नई रेल सेवा इंतजामी अति उत्तर प्रदेश विचकार सभ्याचारक अति आर्थिक संबंध विकास परियोजनाओं पर आधारित एक लघु फिल्म देखते हैं. Narendra Modi ji became the Prime Minister. A lot of initial work started in railways, especially in Southern Railways. So I congratulate all the railway officials. It was a separate department railway. It became, after Modi ji, it became a separate, entity itself. Even though it was decided by our Honorable Prime Minister before, but really all the powers as a ministry, other than this railway board, it go to cabinet. It was fully functioning after that one as a ministry, and because of that one, we could have lot of developments. A lot. I don't want to say each and every one. Now what is Nilambur? ആര്യാടൻ ഷൗക്കത്ത് MLA മുഖ്യ പ്രഭാഷണം നടത്തി. പ്രിയങ്ക ഗാന്ധി MPയുടെ സന്ദേശം MLA ചടങ്ങിൽ വായിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, കൗൺസിലർമാരായ ഷേർലി മോൾ, M വിജയനാരായണൻ, റെയിൽവേ ചെന്നൈ ഡിവിഷൻ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ K രവികുമാർ, സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ ബാലമുരളി, പാലക്കാട് ഡിവിഷൻ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ, നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ C ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ, റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. റെയിൽവേ ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയത്. 2023 പ്രധാനമന്ത്രി തറക്കല്ലിട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ശീതീകരിച്ച വിശ്രമമുറി, പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ, എസ്കലേറ്റർ, പാർക്കിംഗ് സൗകര്യം എന്നിവയാണ് നിലമ്പൂരിൽ പൂർത്തിയാക്കിയത്. NGO അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഹബീബ് തോണിക്കടവൻ, പി ഹനീഫ, പി ബൈജു, നിഷാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി പി വി ഷിഹാബുദ്ദീൻ സ്വാഗതവും ബ്രാഞ്ച് ട്രഷറർ സഫറുള്ള നന്ദിയും പറഞ്ഞു. ബ്രാഞ്ച് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. NPS പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് NPS ജീവനക്കാരുടെ പ്രത്യേക കോൺക്ലേവുകൾ സംഘടിപ്പിച്ച് നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുന്നതിനായി അസോസിയേഷൻ തീരുമാനിച്ചു. നബാർഡിന്റെ ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാൻ പോത്തുകൽ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. മുണ്ടേരി ഇരുട്ടുകുത്തി നഗറിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടുകുത്തി നഗറിലെ 40ഓളം കുടുംബങ്ങൾക്ക് കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. ജാതിക്ക, കുരുമുളക്, ഏലം, ഔഷധസസ്യ കൃഷി, ഇടവിള കൃഷി എന്നിവയാണ് ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുക. 5 വർഷം കൊണ്ട് കൃഷിയിലൂടെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പോത്തുകൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, പഞ്ചായത്ത് ട്രൈബൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മി ബാബു, JSS ഡയറക്ടർ വി ഉമ്മർ കോയ എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ നഗരസഭയിൽ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കമായി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയിലും കൃഷിക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് നിലവിലെ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നഗരസഭയിലുള്ള 14.47 ഹെക്ടർ തരിശുഭൂമി 3 വർഷമായിട്ട് കൃഷി ചെയ്യാത്ത ഇടങ്ങൾ കണ്ടെത്തിയത് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമായ നെല്ലും അതുപോലെ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാനും ഒഴിഞ്ഞെടുക്കുന്ന തരിശ്, തെങ്ങ് പോലുള്ള മറ്റ് കാർഷിക നാണ്യവിളകളടക്കം കൃഷി ചെയ്യാനുമുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ തൈയും നെൽകൃഷിയും അതുപോലെ നെൽവിത്തും അതുപോലെ പച്ചക്കറി തൈകളും ഹൈബ്രിഡ് തെങ്ങുകളൊക്കെ വിതരണം ചെയ്യുന്നത്. വളരെ മുന്തിയ പരിഗണന കാർഷിക മേഖലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് പുറത്തുനിന്നുള്ള എന്നും തമിഴ്നാടിനെ ആന്ധ്രയെ ഒക്കെ മാതൃകയായിക്കൊണ്ട് അവിടുന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവിഭവങ്ങൾ നമുക്ക് ഗുണകരമാവില്ല. നമ്മൾ തന്നെ അത് ഉണ്ടാക്കണമെന്ന മെസ്സേജ് കൂടി ഇതിലുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, സ്മിതമോൾ, മേരിസ് ഷിബു, കൗൺസിലർമാർ കൃഷി ഓഫീസർ ടി വിശാഖ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ഷബീർ അലി, കൃഷി വകുപ്പ് ജീവനക്കാർ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനകീയാസൂത്രണ പദ്ധതി 2026-27 ഭാഗമായി തരിശുരഹിത പച്ചക്കറി കൃഷിക്കായി വിത്ത് വിതരണം, നെൽകൃഷി നടത്തുന്നവർക്ക് നെൽവിത്ത് വിതരണം എന്നിവയാണ് നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റി എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തരിച്ച യൂത്ത് വിംഗ് പ്രവർത്തകൻ റഷാദ് തൈക്കണ്ടിയുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് CK ബാബു ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിർധനരായ വിദ്യാർത്ഥികൾക്ക് MT സാബുവിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റും സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപികയായിരുന്ന അന്തരിച്ച ശ്രുതിയുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ആബിദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബാസിത്ത്, പ്രധാന അധ്യാപിക ശ്രീജ ജനാർദ്ദനന് പഠനോപകരണങ്ങൾ കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TT നാസർ, ട്രഷറർ നാസർ, ഷാജി അടക്കര, K മുഹമ്മദ് റഫീഖ്, സജി തോമസ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി KC സവാദ്, ട്രഷറർ മുഹ്സിൻ പാലോളി, EA അഷ്റഫ്, അബ്രഹാം അലക്സ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സിനിമാ ശില്പശാലയും സംഘടിപ്പിച്ചു. വീട്ടിക്കുത്ത് GLP സ്കൂളിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാബു വർഗീസ് മുഖ്യ സന്ദേശം നൽകി. നീന കുര്യൻ കർമ്മപദ്ധതി അവതരിപ്പിച്ചു. AEO ജേക്കബ് സത്യൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതമോൾ, സംവിധായകൻ M അജയകുമാർ, കൗൺസിലർ ഷഫീഖ് മണലുടി, ഷാജു മേലേതിൽ, ദിലീപ്, ഫൂലൻ ദേവി, A ജയൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് CP രാധാമണി, EA മാർക്കോസ്,
വിനുരാജ്, രമ്യ എന്നിവർ പ്രസംഗിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന കാഞ്ഞരാല ഉദ്ഘാടനം നിർവഹിച്ചു. അതിഥി തൊഴിലാളികൾക്കായുള്ള രക്ഷക് ഹെൽത്ത് കാർഡിൻ്റെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. നാട്ടിലൊക്കെ പോയി വരുമ്പോൾ തിരിച്ചിവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തിക്കൊണ്ട് ഈ കാർഡിനകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും അറിയാം, നമ്മളിൽ നിന്ന് മഞ്ഞിൽ നിന്ന് പോയിട്ടുള്ള പല രോഗങ്ങളും തിരിച്ചു വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആരോഗ്യരംഗത്ത് വളരെ നല്ല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ കൃഷ്ണ, മമ്പാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി, വാർഡ് മെമ്പർ അഷ്റഫ് ടാണ, മമ്പാട് ആരോഗ്യകേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി, JHI അംജദ്, ഹൈലൈറ്റ് പ്രതിനിധികളായ അബ്ദുൾ, അജയ് തുടങ്ങിയവർ പങ്കെടുത്തു. മമ്പാട് ടാണയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഹൈലൈറ്റ് മാളിൻ്റെ സൈറ്റിൽ വെച്ചാണ് കാർഡ് വിതരണവും മെഡിക്കൽ പരിശോധനയും നടന്നത്. പരിശോധനയ്ക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ കൃഷ്ണ നേതൃത്വം നൽകി. തുടർ ദിവസങ്ങളിലും പരിശോധന നടക്കുമെന്ന് മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി പറഞ്ഞു. പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളുടെയും ആക്സസറികളുടെയും വലിയ ശേഖരവുമായി കോസ്മെറ്റിക്സിൻ്റെ മലപ്പുറം ഷോറൂം സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഉദ്ഘാടനം ചെയ്തു. 2021 മുതൽ കിഴക്കേത്തല സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് സമീപം പ്രവർത്തിച്ചു വരുന്ന കോസ്മെറ്റിക്സ് മലപ്പുറം കുന്നുമ്മൽ KSRTC ഡിപ്പോയ്ക്ക് സമീപത്താണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. Run it up, hit them up, give them that funk like serving that thump right out of that trunk like run it up, fuck it up. ജ്വല്ലറി മേഖലയിൽ 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്റർനാഷണൽ പ്രീമിയം ബ്രാൻഡുകളുടെ ഒറിജിനൽ പ്രോഡക്റ്റുകൾ പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT ഉസ്മാൻ, KT അബ്ദുൽ നാസർ, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് സൈഫുൽ ഇസ്ലാം, PR മാനേജർ VP യാസർ, പ്രോജക്റ്റ് മാനേജർ മുഹമ്മദ് അജ്വദ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ മുഹമ്മദ് അസ്ലം, കോസ്മെറ്റിക്സ് ഓപ്പറേഷൻ മാനേജർ ജൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ വീണ്ടും ഒരു കർക്കിടകക്കാലം. ഇന്ന് കർക്കിടകം 1. ഈ മാസം മുഴുവൻ വീടുകളിലും ക്ഷേത്രങ്ങളിലും അധ്യാത്മ രാമായണ പാരായണം, പ്രത്യേക പൂജകൾ, ഭജന, ദീപം തെളിയിക്കൽ തുടങ്ങിയ ആത്മീയ ചടങ്ങുകൾ ഭക്തിപൂർവ്വം നടക്കും. രാമായണ പാരായണത്തിൽ 45 വർഷത്തെ പരിചയസമ്പത്തുള്ള വണ്ടൂർ അമ്പലപ്പടി മേലേമഠം സ്വർണ്ണലതയ്ക്ക് ഇനി ഒരു മാസം തിരക്കുകളുടെ കാലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കർക്കിടക മാസത്തെ ആത്മീയ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കും കുടുംബസമേതം രാമായണ പാരായണത്തിനും പ്രാധാന്യം നൽകുന്ന മാസമായാണ് വിശ്വാസികൾ കാണുന്നത്. ശ്രീരാമന്റെ ജീവിത സന്ദേശങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള അവസരമായാണ് രാമായണ മാസാചരണം വിലയിരുത്തപ്പെടുന്നത്. 45 വർഷത്തോളമായിട്ടുണ്ട്. പിന്നെ മാസം മുഴുവൻ വായിച്ചു തീർക്കും. പിന്നെ മിക്കവാറും അധിക ദിവസവും കുറച്ച് ഭാഗമെങ്കിലും വായിക്കാറുണ്ട്. പിന്നെ ഓരോരോ ഭാഗം പറഞ്ഞാൽ വായിക്കുമ്പോൾ വനാണെങ്കിൽ ഏകദേശം ഒരു വനത്തിന്റെ ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ പതിയും.
അല്ല ഒരു കൊട്ടാരാണെങ്കിൽ അത് പതിയും. അങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു എന്താണോ നടക്കുന്ന സംഭവം വിചാരിച്ചാൽ അവിടെ ഇരുന്ന് നമ്മൾ വായിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നാറ് സാധാരണ. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും രാമായണ പാരായണവും സത്സംഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഭക്തർ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തി മാസാചരണത്തിന് തുടക്കമിട്ടു. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരൻ. നിലമ്പൂർ അയ്യപ്പ ഭജന മഠത്തിൽ രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് തുടക്കമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കർക്കിടക മാസം മുഴുവൻ രാവിലെ 7:30 മുതൽ 8:30 വരെയാണ് രാമായണ പാരായണം നടക്കുക. ഈ മാസം 26-ന് ഏകദിന രാമായണ പാരായണവും നടക്കും. രാവിലെ 5:30 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനം നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിന്റെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30-ന് ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ഫെറോന വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള 8 ദേവാലയങ്ങളിലെ വിശ്വാസികൾ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കുന്ന പദയാത്ര 10-ന് കോടതിപ്പടിയിലുള്ള ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിക്കും. തുടർന്ന് നിലമ്പൂർ മേഖല പ്രോട്ടോവികാരി റവറൻഡ് ഫാദർ തോമസ് ചാപ്രത്തിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് നടക്കുന്ന മാർ ഇവാനിയോസ് അനുസ്മരണ സമ്മേളനത്തിൽ MCMF സഭാതല ഡയറക്ടർ റവറൻഡ് ഫാദർ മാത്യു അറക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ വരുന്ന ഞായറാഴ്ച 19-ാം തീയതി ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നിലമ്പൂർ മേഖലയിലെ എല്ലാ ദേവാലയങ്ങളും ഒന്നു ചേർന്ന് നടത്തുകയാണ്. ഇവിടെ നിലമ്പൂരുള്ള ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേലച്ചൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശ്വാസ സമൂഹം കാവ്യവസ്ത്രങ്ങൾ ധരിച്ച് കാഷായ വസ്ത്രം ധരിച്ച് 2 ലൈനായി ജോസ്ഗിരി പള്ളിയിൽ 10 മണിയോടുകൂടി എത്തിച്ചേരുകയും തുടർന്ന് സമൂഹ ബലി നടത്തുകയും പിന്നീട് നേർച്ച വിരുന്ന് ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകുന്നത് ഈ സമീപത്തുള്ള ഏനാന്തി ഇടവകയിൽ നിന്നുള്ള വൈദികനായിരിക്കുന്ന ഇപ്പോൾ മാവേലിക്കര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന മാത്യു അറക്കിലച്ചനാണ് അന്നത്തെ പ്രധാന സന്ദേശം നൽകുന്നതും മുഖ്യ കാർമ്മികത്വം വിശുദ്ധ കുർബാനയിൽ നിർവഹിക്കുന്നതും. ചടങ്ങിൽ നിലമ്പൂർ മേഖലയിൽ നിന്നും SSLC +2 തുടങ്ങി വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. കലാപരിപാടികളും സ്നേഹവിരുന്നും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. മാർ ഇവാനിയോസ് തിരുമേനി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയിട്ടുള്ള സ്തുത്യർഹമായ സേവനങ്ങൾ നിസ്തുല്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പള്ളികൾ മാത്രമല്ല, പള്ളികളോടൊപ്പം തന്നെ ധാരാളം വിദ്യാലയങ്ങളും ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ വിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നിരന്തരം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പുണ്യശ്ലോകനായിട്ടുള്ള ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ മലങ്കര സഭയെ വളർത്തുന്നതിൽ നിർണായകമായി പങ്കുവച്ചത്. ഇത് വളരെ 5 പേരാണ് ഈ സഭ തുടങ്ങിയത്. 1930 കൊല്ലം അരമനയിൽ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുകയാണ്. ആഗോള കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് പുനരയിക്കപ്പെട്ടത് 5 പേരടങ്ങുന്ന സംഘമാണ്. അതിൽ വന്യപിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ 5 പേരടങ്ങുന്ന സംഘം കൊല്ലത്ത് വെച്ച് സെപ്റ്റംബർ 30-ന് പുനരയിക്കപ്പെടുന്നത്. 1930 സെപ്റ്റംബർ 20-ന് നമ്മുടെ പുനരയിക്കപ്പെടുന്നു. ആ 5 പേരിൽ തുടങ്ങിയ ഈ ഒരു സംവിധാനം ഇന്ന് 10 ലക്ഷം ആളുകളോളമായിട്ടുള്ള ഒരു വലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സഭയായിട്ട് മാറി എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രോട്ടോവികാരി റവറൻഡ് ഫാദർ തോമസ് ചാപ്രത്ത്, രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, MCA മേഖലാ പ്രസിഡന്റ് സന്തോഷ് തോമസ്, ഇടവക ട്രസ്റ്റി ബൈജു ഏഴുമായിൽ എന്നിവർ പങ്കെടുത്തു.
ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് സ്റ്റാഫ് ആൻഡ് റിട്ടയറീസിന്റെ നേതൃത്വത്തിൽ നാളെ ബാങ്ക് ദേശസാൽക്കരണ ദിനം ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി കോവിലകം റോഡിൽ നിലമ്പൂർ ടൗൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമീപം സംയുക്ത പ്രകടനവും നടത്തും. വണ്ടൂർ എത്തിങ്കാന സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് വണ്ടൂർ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെ പ്രകാശന കർമ്മം മുഖ്യാതിഥിയായ PK പാറക്കടവ് നിർവഹിച്ചു. കുട്ടികളെ അതുപോലെ പുതിയ തലമുറയെ കൂടുതൽ വായനയിലേക്ക് അടുപ്പിക്കാനും പുസ്തകങ്ങളെ അടുപ്പിക്കാനും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, വായിക്കുന്നത് ഒക്കെ ഇങ്ങനെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരുന്നതൊക്കെ 60 കഴിഞ്ഞവരാണ്, 70 കഴിഞ്ഞവരാണ്. പുതിയ തലമുറയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന്. പക്ഷേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ഏറ്റവും ആവേശത്തോടെ വരുന്നത് പുതിയ തലമുറയാണ്. കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും കൂട്ടത്തോടെ വരുന്നു. പുതിയ തലമുറ ആവേശത്തോടെ ആഘോഷമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. OM കരുവാരക്കുണ്ട്, VP ഷൗക്കത്ത് അലി, ഹംസ ആലുങ്ങൽ, ലിറ്റററി ഫസ്റ്റ് ചെയർമാൻ ഷിഹാബ് അലൈവ്, ജനറൽ കൺവീനർ C മുഹമ്മദ് ഷഫീഖ്, ഹക്കീം ചോലയിൽ, കുഞ്ഞി മുഹമ്മദ് അഞ്ചുചവടി, NN സുരേന്ദ്രൻ, അൻവർ വണ്ടൂർ, സൈഫുദ്ദീൻ വണ്ടൂർ, സക്കീന നിലമ്പൂർ, ഫാത്തിമ കളത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു. വണ്ടൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ നിഷ K മാധവൻ, പഞ്ചായത്ത് അംഗം T ഉമ്മർകുട്ടി എന്നിവർ LSS ജേതാക്കളെ ആദരിച്ചു. അടുത്തതായി ഈ വേദിയിൽ വണ്ടൂരിലും പരിസരങ്ങളിലുമുള്ള 10 എഴുത്തുകാരുടെ 10 കൃതികളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. KT സുരേന്ദ്രൻ, വണ്ടൂർ സ്കൂൾ പ്രധാനാധ്യാപകൻ KT ഷിഹാബുദ്ദീൻ, വിദ്യാരംഗം കൺവീനർമാരായ PM ജാഫർ, K ജസ്ന, P ഫാസിൽ, മുഹമ്മദ് ഹസൻ കൂമുള്ളി എന്നിവർ നേതൃത്വം നൽകി. പേരയ്ക്ക ബുക്സുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. സ്പിക്മാക്കയുടെ ആഭിമുഖ്യത്തിൽ മമ്പാടി MES കോളേജിൽ ഖവാലി ആസ്വാദനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഖവാലി ഗായകൻ ഉസ്താദ് ഇനിയാത്ത് അലി ഖാൻ ബന്ദാനവാസി മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾ സ്പർശ് ഹെറിറ്റേജ് പ്രൊജക്ടിന് കീഴിൽ ഉസ്താദുമായി പ്രത്യേക അഭിമുഖവും നടത്തി. സ്പിക്മാക്കെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉണ്ണി വായർ സംസാരിച്ചു. പ്രിൻസിപ്പൽ TP ആലിക്കുട്ടി, MES മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ OP സീദിക്കോയ, ഫൈൻ ആർട്സ് കോർഡിനേറ്ററും മലയാള വിഭാഗം മേധാവിയുമായ മൈന ഉമൈമാൻ, ചരിത്ര വിഭാഗം മേധാവി OP സലാഹുദ്ദീൻ, വിദ്യാർത്ഥി കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ തനതായ കലാസാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ 5 മുതൽ 20 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്പിക്മാക്കെ സംഘടിപ്പിക്കുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് ഉസ്താദും സംഘവും മമ്പാട് കോളേജിലെത്തിയത്. കോളേജ് മാനേജ്മെന്റ്, ചരിത്ര വിഭാഗവും ഫൈൻ ആർട്സ് ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉംറ നിർവഹിക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിലെ മക്കയിലെത്തിയ വണ്ടൂർ സ്വദേശിനി മക്കയിൽ നിര്യാതയായി. വണ്ടൂർ കോക്കാടൻ കുന്ന് സ്വദേശിനിയും പരേതനായ ചോലക്കാടൻ അബ്ദുൽ ഖാദറിന്റെ ഭാര്യയുമായ പെടന്നേക്കാടൻ സഫിയ ആണ് മരണപ്പെട്ടത്. 66 വയസ്സായിരുന്നു പ്രായം. റഫീഖ്, റിയാസ്, റഷീദ, ബെജീന, റജീന, റിഷാന എന്നിവർ മക്കളാണ്. ഖബറടക്കം മക്കയിൽ വെച്ച് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇടവേള ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ വികസനത്തിലെ നാഴികക്കല്ല്. നിലമ്പൂർ അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് വീഡിയോ കോൺഫറൻസിലൂടെ. നിലമ്പൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത MP PV അബ്ദുൽ വഹാബ്. സമഗ്ര ആദിവാസി വികസന പദ്ധതി പോത്തുകൽ പഞ്ചായത്തിൽ ജലസേചന പദ്ധതി പ്രവൃത്തി തുടങ്ങി. ഇരുട്ടുകുത്തി നഗറിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു.
ജനകീയാസൂത്രണ പദ്ധതി 2026-27 നിലമ്പൂർ നഗരസഭയിൽ വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കം. കൃഷിഭവൻ പരിസരത്ത് നടത്തിയത് നെൽവിത്ത് വിതരണവും പച്ചക്കറി വിത്ത് വിതരണവും. അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി മമ്പാട് ഗ്രാമപഞ്ചായത്ത്. ക്യാമ്പ് നടത്തിയത് മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ. പഞ്ചായത്ത് തല ഹെൽത്ത് കാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ ചടങ്ങുകൾക്കും തുടക്കമായി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.